അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയുണ്ട് കുട്ടികളെ വർത്താനം? സുഖല്ലേ? റാഹത്തല്ലേ? സന്തോഷല്ലേ? എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ? ആ, അതാണ് വേണ്ടത്. അൽഹംദുലില്ലാ. അപ്പോ നിങ്ങളൊക്കെ ഈ മുമ്പത്തെ പോസ്റ്ററിൽ കണ്ടതുപോലെ നമ്മുടെ ഈ ക്ലാസ് അറബി അക്ഷരമാല പഠിപ്പിക്കുന്നതാണ്. അറബി അക്ഷരമാല മാത്രമല്ല, അറബി മലയാളവും കൂടി കൂട്ടി പഠിപ്പിക്കുന്നതാണ്. അതിനെ എന്റേതായിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിനെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം. അതുപോലെ ഇൻഷാ അള്ളാഹ് ഞാൻ ക്ലാസ്സിനെ മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ ഇതിനെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ ക്ലാസ് മുതൽ, അതായത് 1-ാം ക്ലാസ് മുതൽ, അത് 2-ഓ 3-ഓ ഏതുമാകട്ടെ, അത് മുതൽ +2 തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകരിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ അറബി വായിക്കാനും അതിനെ കൂട്ടി എഴുതാനും പഠിച്ച് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് നോക്കി ഓതാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ സപ്പോർട്ടാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ ക്ലാസ് കഴിയുന്നതോട് കൂടെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും മഹ്റജ്, ഓരോ അക്ഷരത്തിന്റെ മഹ്റജിൽ നിന്ന് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ആ ഒരു വിധത്തിൽ ഓരോരുത്തർക്കും അറബി അക്ഷരത്തെ വളരെ സുഖകരമായിട്ട് ഉച്ചരിക്കാൻ സാധിക്കും. നിങ്ങളൊപ്പം എൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി. ഇൻഷാ അള്ളാഹ് നമുക്ക് എന്താക്കാം, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ ഈ ക്ലാസ് ഏറിപ്പോയ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ സമയങ്ങൾ നിങ്ങൾ എന്താക്കുന്നില്ല, പ്രയാസപ്പെടുത്തുന്നില്ല. ഒരുപാട് സമയങ്ങൾ കണ്ടിരുന്ന് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ക്ലാസ് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് ഉണർത്താനുള്ളത്, നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ഓരോ കുട്ടികൾക്കും ഒരു പുതിയ നോട്ട് തന്നെ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഒരു നോട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നവർക്ക് കൃത്യമായിട്ട് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതി കാണിച്ചിരുന്ന അക്ഷരങ്ങൾ ഞാൻ ഏത് തരത്തിലാണോ അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു വിധത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് അവരുടെ നോട്ട് ഒരു വൃത്തിയായിട്ട്, ഓരോ നോട്ടിനും അതിൻ്റെതായിട്ടുള്ളതായ ക്രമത്തിൽ വൃത്തിയിൽ എഴുതാൻ ഓരോ രക്ഷിതാക്കളും കുട്ടികളെ പ്രാപ്തരാക്കുക. അതാണ് ഈ സമയത്ത് രക്ഷിതാക്കളോട് ഉണർത്താനുള്ളത്. കുട്ടികൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ സഹായിക്കുന്നത് അവർ നിങ്ങൾക്ക് നോട്ടിൽ എങ്ങനെയാണോ എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരുമ്പോൾ അതിന് കൃത്യമായും അനുസരിച്ച് വൃത്തിയിൽ എഴുതുക. ഇപ്പോ ഉദാഹരണത്തിന് ഇതാ ഈ നോട്ട് പുസ്തകം, അതിനെ അറബി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. മലയാളം സാധാരണ ഈ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാറ്, എന്നാൽ അറബി ഇവിടെ നിന്നാണ് തുടങ്ങുക. അങ്ങനെ തുടങ്ങുമ്പോൾ ഇവിടെ മാർജം സ്വാഭാവികമായിട്ടും ഇടത് സൈഡിലാണ് വരിക. അപ്പൊ നമുക്ക് വലതിലാണ് മാർജം കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇവിടെ മാർജം വരക്കൊന്നും വേണ്ട. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഭാഗം തന്നെ എടുക്കുക, എന്നിട്ട് നോട്ടിക്ക് തിരിച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് സാധാരണ പോലെ ഓരോ അക്ഷരങ്ങളും ഞാൻ എഴുതി തരുന്നത് ഇതിൽ കൃത്യമായിട്ട് എഴുതുക. നിങ്ങൾ തയ്യാറല്ലേ? റെഡി അല്ലേ കുട്ടികളെ? അപ്പോൾ ഓരോരുത്തരും വളരെ ഇൻട്രസ്റ്റിൽ ഇൻഷാ അള്ളാഹ് പറയുന്ന അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുക. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറബി അക്ഷരമാല മുഴുവനായിട്ടും എത്ര അക്ഷരങ്ങളാണ് ഉള്ളത്? ആർക്കെങ്കിലും അറിയ കൂട്ടത്തില്? പറയൂ. 28 അക്ഷരങ്ങളാണ് അറബി ടോട്ടലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ നമ്മൾ മലയാളമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. മലയാളത്തിൽ 51 അക്ഷരമുണ്ട്, അത് നമ്മൾ പഠിക്കണ്ട. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും 26ഓളം അക്ഷരങ്ങളുണ്ട്, അതും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോ നമുക്ക് ഇത് ഒഴിവാക്കാം. ഇനി നമ്മൾ ആകെ പഠിക്കേണ്ടത് 28 അക്ഷരങ്ങളാണ്. അതിൽ ഓരോ ക്ലാസ്സിലും നമുക്ക് പല ടൈപ്പുകളായിട്ടാണ് നമ്മളെ ക്ലാസ് വരിക. ആദ്യം നമ്മൾ അറബി അക്ഷരങ്ങൾ പഠിച്ചു തീർക്കും. അതിനുശേഷം ആ അറബി അക്ഷരങ്ങൾക്ക് വേണ്ട ഹർക്കത്തുകൾ, ഫതഹ്, കസ്റ്, ലൊമ്മ്, സുക്കൂന്, തെൻവീനുകൾ, അതാണ് പിറ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. അതിനുശേഷമുള്ള ക്ലാസ്സിൽ ഈ ഓരോ അക്ഷരങ്ങളെയും നീട്ടേണ്ട, ഫതഹിനെ നീട്ടാൻ എന്താണ്, കസ്റിനെ നീട്ടാൻ എന്താണ്, ലൊമ്മിനെ നീട്ടാൻ എന്താണ് എന്നുള്ളത്, അങ്ങനെ നീട്ടേണ്ട അക്ഷരങ്ങളെ കുറിച്ചാണ് പഠിക്കുക. അതിനുശേഷം ഈ നമ്മൾ പഠിച്ച ഈ 28 അക്ഷരങ്ങളെ ചേർത്തി എഴുതുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ വായിക്കുക, എങ്ങനെയാണ് അതിനെ ചേർത്തി എഴുതുക, അതാണ് പിറ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. ഇൻഷാ അള്ളാഹ് അതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ, ഇൻഷാ അള്ളാഹ്.
അപ്പൊ നമ്മൾ ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10 അക്ഷരം, തുടക്കത്തെ ക്ലാസ് അല്ലേ, ഫസ്റ്റ് ക്ലാസ് അല്ലേ, ആർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ആദ്യം നമ്മൾ എന്താക്കുകയാണ്, ഒരു 10 അക്ഷരങ്ങൾ ഇൻഷാ അള്ളാ, വളരെ സിമ്പിൾ ആണ്. 10 അക്ഷരങ്ങൾ ഞാൻ ബോർഡിൽ ഒരു പ്രത്യേക മാറ്ററിൽ എഴുതി തരും, അതുപോലെ ആയിരിക്കണം നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോ ഇൻഷാ അള്ളാ അതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടായിരിക്കണം. വെറുതെ കേവലം നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയോണ്ട് കാര്യമില്ല. നിങ്ങളെ മനസ്സിൽ അതിനെ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം ഓരോരുത്തരും നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ അതിനെ പകർത്തി എഴുതേണ്ടത്. അപ്പോ നോട്ട് പുസ്തകത്തിൽ എഴുതുന്ന അതുപോലെ നമ്മുടെ മനസ്സിലും അങ്ങനെ എഴുത്തു വരും. തയ്യാറല്ലേ നിങ്ങള്? റെഡിയല്ലേ? ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് ആദ്യം അലിഫിൽ നിന്ന് തുടങ്ങാം. അതിന്റെ മുമ്പ് ഈ അലിഫ്, അതിനൊരു പൊരുളുണ്ട്. അതിപ്പോ ഞാൻ ചെറിയൊരു സംഭവം അതിവിടെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പഠിച്ചത് ലോഹ് കലം, അതായത് അള്ളാഹു ഇങ്ങനെ ഒരു സ്ലേറ്റിനെ പഠിച്ചു, അതേമാതിരി ഒരു പേനയും അള്ളാഹു പഠിച്ചു. അതിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അല്ലേ? നിങ്ങളമ്മാര് കഥ പറഞ്ഞിട്ടില്ലേ? ഇമ്മാരോടൊക്കെ ചോദിച്ചു നോക്കിയോണ്ട് ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റിയ കഥകളെ. അതൊക്കെ നമുക്ക് ഈ സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് കഥകളൊക്കെ പറയാം. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഉണ്ടാവും, കഥ പറയാം, പാട്ട് പാടാം. നിങ്ങളൊക്കെ റെഡി അല്ലേ അതിന്? അപ്പൊ നിങ്ങൾ എന്താക്കണം, ഇൻഷാ അള്ളാ കഥ പറയാൻ പറ്റുന്നെങ്കിൽ കഥ പറഞ്ഞു തരണം, പാട്ട് പാടാൻ പറ്റുന്നെങ്കിൽ പാട്ട് പാടണം. അതിനൊക്കെ അവസരം ഇവിടെ ഉണ്ട് ഇൻഷാ അള്ളാ. ഞാൻ എന്താക്കും, ഈ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ കൊടുക്കും, വാട്സപ്പ്. അപ്പൊ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്താക്കാം, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കാം, ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇൻഷാ അള്ളാ എനിക്ക് കഴിയുകയാണെങ്കിൽ ഞാൻ ദൂരീകരിച്ച് തരും കേട്ടോ. നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങാം. കാരണം ഞാൻ ഇവിടെ ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ചെയ്തത് എനിക്ക് കാണിച്ചു തരണമെങ്കിൽ അത് നമുക്കൊരു ഗ്രൂപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ എന്റെ നമ്പർ അവിടെ കൊടുക്കും. ആ നമ്പർ ഓരോരുത്തർ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങളുടെ വർക്ക് വിട്ടുതരികയാണെങ്കിൽ നമുക്ക് ടിക്കൊക്കെ ഇട്ട് ഇൻഷാ അള്ളാ അങ്ങനെ വിപുലീകരിച്ച് മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോ കഥ, അവിടുന്നാണ് നമ്മൾ വിഷയം മാറിയത്. കഥ, അലിഫിന്റെ കഥ. അള്ളാഹു, നമ്മള് കുട്ടികളൊക്കെ ഫസ്റ്റ് ആയിട്ട് പഠിക്കണ പദാണ് അള്ളാഹു. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, എന്താണെങ്കിലും ഫസ്റ്റ് അള്ളാഹു എന്നുള്ളതിന്റെ തുടക്കത്തിൽ അലിഫാണ് അല്ലെ. ഈ അലിഫ്, അതിനെ എങ്ങനെ വന്നു അലിഫ്? അതും അള്ളാഹു അവന്റെ പേരിൽ അലിഫിനെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അള്ളാഹു ഈ കലമിനോട്, അള്ളാഹു ആദ്യം സൃഷ്ടിച്ച കലം, അതിനോട് അള്ളാഹു ഈ ലോഹിൽ കൊണ്ടുപോയിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പൊ കലം പോയിട്ട് ലോഹിൽ ഒരു പുള്ളിക്കുത്തിട്ടു. ആ പുള്ളിക്കുത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങി. അങ്ങനെ ഇങ്ങോട്ട് എന്തായിട്ട് മാറി? അലിഫായിട്ട് മാറി. അത് വെച്ചപ്പോ എന്തു മനസ്സിലായി? ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഈ ഒരു പദം കൊണ്ട് ഒരുപാട് പദങ്ങളെ സൃഷ്ടിക്കാം. അങ്ങനെയാണ് അലിഫ് കഴിഞ്ഞ് ബാ, താ, ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും അങ്ങനെ സൃഷ്ടിച്ചത്. ഇങ്ങനെ ചെറിയൊരു കഥ ഉണ്ട്, പണ്ട് ഉസ്താദുമാരൊക്കെ പറഞ്ഞു തന്നീനു. ആ ഒരു കഥ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളെ ആദ്യത്തെ അക്ഷരങ്ങൾ തുടങ്ങാം അല്ലെ, ഇൻഷാ അല്ലാ. അപ്പോ ആദ്യത്തെ അക്ഷരം ഫസ്റ്റ് അലിഫ്. അലിഫ് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് തുടങ്ങുക. അലിഫ് താഴെ ചെറിയൊരു വളവുണ്ടായിക്കോട്ടെ കേട്ടോ. അലിഫ് ഇത് ഈ ബോർഡിലായിട്ടാണ് നിങ്ങളെ നോട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതുക. അലിഫ്. രണ്ടാമത്തെ അക്ഷരം ബാ. ബാ, ബാ. എല്ലാ അക്ഷരവും പ്രത്യേക കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾക്ക് അലിഫും ബാവും താവും സാവും ഒക്കെ എഴുതാറ്, പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലവര് എഴുതുക. അത് ശ്രദ്ധിക്കണം. അതായത് അലിഫിനൊക്കെ ചിലവര് താഴ്ന്നും കെട്ടിവരും, ബായിന്റെ ബാക്കിൽ നിന്നും കെട്ടിവരും. പക്ഷെ ഒക്കെ അതിന്റെ രൂപം മാറ്റർ കാണുമ്പോൾ എല്ലാം അലിഫും ബാവും ആണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇതിന് ശേഷം കൂട്ടി എഴുതേണ്ട ചില സന്ദർഭങ്ങൾ വരും. ഇപ്പോ ഉദാഹരണത്തിന് ബിസ്മി എന്നെഴുതുമ്പോ നമ്മൾ ബാ, ഇവിടെ സി, അത് വളരെ പ്രയാസമാകും. അതുകൊണ്ടാണ് ഓരോ അക്ഷരവും തുടങ്ങേണ്ടത് അതിന്റെ തുടക്കം മുതൽ ഇങ്ങനെ തുടങ്ങാം. അലിഫ്, ബാ.
അടുത്ത അക്ഷരം താ, അടുത്തത് റ, സ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അറബിയിൽ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങൾ വളരെ കുറവേ ഉള്ളൂ. അതായത് അങ്ങനെ പറയാൻ കാരണം ഇതിന്റെ മൂന്നിന്റെയും മാറ്റർ ഒന്നാണ്, അല്ലെ? ശ്രദ്ധിച്ചു നോക്ക്. പക്ഷെ ഇതിന്റെ ഓരോ പുള്ളിക്കുത്തുകൾ മാറുമ്പോഴാണ് അക്ഷരം മാറുക. അങ്ങനെ കുറെ അക്ഷരങ്ങളുണ്ട് അറബിയിൽ. അതാണ് വളരെ സുഖം നമുക്ക് പഠിക്കാൻ. അപ്പോ അലിഫായി, ബ ആയി, ത ആയി, അലിഫ് ബ തായ്. ഇനി ജീമ്, ജീമ്. അടുത്തത് ഹ, അടുത്തത് ഹ. ഇത് ഞാനിപ്പോ ആദ്യം എഴുതാണ്, പിന്നീട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരട്ടോ. അലിഫ് ബ ത സ ജീമ് ഹ ഹ. എത്ര അക്ഷരമായി? 1 2 3 4 5 6 7 അക്ഷരം. ഇനി 3 അക്ഷരം കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോ ഹ കഴിഞ്ഞിട്ട് ദാല്, ദാല്. അടുത്തത് ദാല്, ദാലിന്റെ മേലെ പുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ റാ. ഇത്ര മതി ഇന്ന്, വളരെ സിമ്പിൾ. അപ്പോ ഞാൻ ഇങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത് അലിഫ് ബാ താ സാ. സാ എന്ന് പറയുമ്പോൾ മഹ്റജൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം, ഇപ്പൊ അതൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. സാ എന്ന് പറയുമ്പോൾ ഒരു കാറ്റ് പുറത്തേക്ക് വരാം. സാ എന്നുള്ള ഉച്ചാരണമല്ല, സ സ. പിന്നെ ജീമ് ഹ ഹ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, ഇതിന്റെ മൂന്നിന്റെയും മാറ്റർ ഒന്നായതുപോലെ ഈ മൂന്നക്ഷരത്തിന്റെയും മാറ്റർ ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലൊരു പുള്ളി, ഇതിൽ തീരെ പുള്ളിയില്ല, ഇതിന്റെ മുകളിലൊരു പുള്ളി. അതുപോലെ ഇത് രണ്ടിന്റെയും മാറ്റർ ഒന്നാണ്, ദാലിന്റെയും ദാലിന്റെയും. പിന്നെ റാ. അപ്പോ 10 അക്ഷരങ്ങളായി. ഇനി നിങ്ങൾ എഴുതേണ്ടത്, നമുക്ക് നിങ്ങളുടെ വരയുള്ള നോട്ടിക്കൽ എല്ലാവർക്കും ഉള്ള, എല്ലാവരും വരള്ളതാണ് ഏറ്റവും നല്ലത്. മറ്റേത് വരല്ലാത്തതാകുമ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ. അപ്പോ നിങ്ങളിൽ നിന്നും വരി തെറ്റിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. വരയില്ലാത്ത നോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അലിഫ് ഇവിടെ എഴുതും, അത് അവസാനിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഉണ്ടാവൂലേ? നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ചില ഇതൊക്കെ എഴുതുമ്പോ ഇങ്ങനെ പോയി. അപ്പോ അതില്ലാതിരിക്കാൻ എല്ലാവരും വരള്ളത് വാങ്ങാൻ നോക്കുക കേട്ടോ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല കേട്ടോ ഇതൊന്നും. അപ്പോ അലിഫ് നമുക്ക് അക്ഷരങ്ങൾ താഴോട്ട് എഴുതാം, പക്ഷെ ഏറ്റവും നല്ലത് ഇങ്ങനെ എഴുതലാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുക്കുക, എന്നിട്ട് താഴോട്ട് ഒരു വര. ഇതിപ്പോ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്ക് മായ്ക്കാം. താഴോട്ട് ഒരു വര വരക്കുക. ഇവിടെയും ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഓരോ വരികൾ ഉണ്ടാവുമല്ലോ, അതില് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. വെറുതെ അതിന്റെ ഫോട്ടോ, അതിന്റെ രൂപം വരച്ചു വെച്ചിട്ട് കാര്യമില്ല. താഴോട്ട് മുഴുവൻ അലിഫ് എഴുതുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ അക്ഷരങ്ങളും കൃത്യമായ എണ്ണത്തിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ അലിഫ് 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 നമ്മൾ മറ്റു രൂപത്തിൽ അങ്ങനെ എഴുതിയാൽ ചിലപ്പം അലിഫ് ഒരുപാട് ഇടാൻ സ്ഥലങ്ങൾ ഉണ്ടാവും, പക്ഷെ ബായിന്റെ സ്ഥലങ്ങൾ വളരെ കമ്മിയായിരിക്കും ഇങ്ങനെ എഴുതേണ്ട രൂപം. അതുകൊണ്ട് ഏറ്റവും നല്ല ബുദ്ധി എങ്ങനെ എഴുതലാണ്? താഴോട്ട് എഴുതുക. എന്നാൽ എല്ലാ അക്ഷരങ്ങളും സമമായിട്ട് ഒരു കൃത്യമായിട്ട് എണ്ണത്തിൽ എഴുതാൻ പറ്റും. നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? താഴോട്ട് എഴുതുക അലിഫ് ബാ താ സാ. അതുപോലെ അലിഫ് ബാ താ സാ സാ. ഇനി ചിലപ്പോ നിങ്ങൾ എന്താക്കും, മടി കാരണം അലിഫിനെ ഫുള്ള് ഫില്ല് ചെയ്യും ആദ്യം, അലിഫ് 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, ഇതുപോലെ പഠിക്കുക. അലിഫ് ബാ താ സാ. ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് നിങ്ങൾക്ക് 10 ആകുമ്പോൾ അലിഫ് ബാ താ സാ അങ്ങനെ പറഞ്ഞ് കറക്റ്റ് ഈ 10 അത് പറയാൻ കിട്ടും. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ 10 പഠിക്കുമ്പോൾ അതും അതിന്റെ തുടർച്ചയായിട്ട് പറയാൻ കിട്ടും. മറ്റേത് ഇങ്ങനെ പഠിച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണമെന്നില്ല. അപ്പോ നമ്മള് അപ്പൊ ഒന്ന് പഠിച്ചത് അലിഫ് ബ താ സാ ജീമ് ഹ ഹാ, പിന്നെ ദാല് ദാല് റാ.
ഇൻഷാ അല്ലാ ഇന്ന് ഇത് മതി, ഇന്നത്തെ ക്ലാസ് ഇത് മതി. അപ്പോ നിങ്ങൾ ഓരോ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക. ആകെ 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാ. അത് കേട്ടതിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക. ഞാൻ തരുന്ന വർക്ക് നിങ്ങളുടെ ഉമ്മയെയോ ഉപ്പയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോ താത്താരോ മറ്റു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക. അവരെ സഹായത്താൽ ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അവരെ സഹായത്താൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെറിയ കുട്ടികളാണ് നിങ്ങൾ, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പൊ മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായത്താൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇനി എന്താക്കാം, തുടർ ക്ലാസ്സുകളൊക്കെ വളരെ വിപുലമായിട്ട് എടുക്കാം. അപ്പോ ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഇതിപ്പോ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പരിഗണിച്ചാണെന്ന് വിചാരിച്ചു പോകും. പക്ഷേ വാസ്തവത്തിൽ ചിലപ്പോ 5-ാം ക്ലാസ്സിലെത്തിയ കുട്ടികൾക്കും കൃത്യമായിട്ടും അറബിയിലുള്ള 28 അക്ഷരങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാരെ കാര്യം അല്ല പറയണത്, ചില കുട്ടികളുടെ കാര്യം. അപ്പൊ അവർക്കും ഇതൊരു സഹായമാണ്. എന്നാൽ 4-ലെത്തിയവർക്ക് എല്ലാ അക്ഷരങ്ങളും അറിയും, എന്നാൽ അവർ ഈ ക്ലാസ് ഒന്നും കേൾക്കണ്ട. ഇൻഷാ അള്ളാഹ് അവർക്ക് വേണ്ടി നമ്മൾ അടുത്ത് ചെയ്യുന്ന ക്ലാസ്സുകളിൽ ഏതാണ് അവർക്ക് ഇഷ്ടം ആ ക്ലാസ് കേട്ടാൽ മതി. ഓക്കെ അല്ലേ? ഇൻഷാ അള്ളാഹ്. അപ്പോൾ നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഈ 10 അക്ഷരങ്ങൾ കൃത്യമായിട്ടും പഠിക്കുക, എഴുതുക. നിങ്ങളുടെ നോട്ട് പുസ്തകത്തില് ഉദാഹരണത്തിന് ഇപ്പോ നിങ്ങളുടെ നോട്ട് പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുക. അലിഫ്, അതുപോലെ അല്പം സ്പേസ് വിട്ടതിന് ശേഷം ബാ, താ, റാ. ഇൻഷാ അള്ളാഹ് അതിൻ്റെയൊക്കെ എഴുതേണ്ട രൂപമൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൃത്തിയായിട്ട് എഴുതാം. ഇന്നിപ്പോ ചെറിയൊരു തടസ്സങ്ങൾ മൂലമാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതേണ്ട ചില മാറ്ററുകൾ ഉണ്ട്, എങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിങ്ങനെ കേവലം ഒരു അലിഫിട്ടല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ശൈലി ഉണ്ട്. അതിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ ഒരു വൃത്തിയിൽ എഴുതുക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു വൃത്തി നിങ്ങൾ നോട്ടിക്കിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് വിജയം ഉണ്ടാകും കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ് ഹർക്കത്തുകളെ കുറിച്ചൊക്കെയാണ് പഠിക്കുക. അതായത് എല്ലാ അക്ഷരങ്ങളും കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ്സുകൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് തുടർ ക്ലാസ്സുകളിലൊക്കെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.